ടോപ്പ് ട്യൂഷൻ്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ത്രൂ ദ സാൻഡി എക്സ്പാൻസിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എരിമോളജി? എരിമോളജി പറഞ്ഞാൽ എന്താണ്? എരിമോളജി എന്ന് പറയുന്നത് ഡെസേർട്ടിനെ കുറിച്ചിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള പഠനമാണ്. അപ്പോൾ ഇതിനകത്ത് ഡെസേർട്സിൻ്റെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്നുണ്ട്. അതായത് ഡെസേർട്ടിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, പിന്നെ മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതുമാത്രമല്ല, ഡെസേർട്ട് എൻവയറോൺമെന്റ്സിൽ കാണപ്പെടുന്ന അനിമൽസ്, അതുപോലെ പ്ലാന്റ്സ്, അവിടുത്തെ സോയിൽ, ക്ലൈമറ്റിനെ കുറിച്ചിട്ടുള്ള പഠനവും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എരിമോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡെസേർട്സ്. It covers all aspects of deserts, including their formation and geographical features. It also includes the study of the climate, soil, plants, and animals found in desert environments. This field helps us to understand these unique ecosystems better. Question: what is the difference between deflation and abrasion? Deflation and abrasion തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ഡിഫ്ലേഷനും അബ്രേഷനും പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് വിൻഡ് ഇറോഷൻ ആണ്. അതായത് ഈ വിൻഡ് ഇറോഷൻ വന്നിട്ട് ഡെസേർട്ടിന്റെ ലാൻഡ്സ്കേപ്പിന്റെ ഷേപ്പ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫ്ലേഷൻ പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് വിൻഡ് വന്നിട്ട് സാൻഡ് പോലെയുള്ള ലൂസ് പാർട്ടിക്കിൾസിനെ ലിഫ്റ്റ് ചെയ്ത് ബ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമൂലം ഗ്രൗണ്ടിൽ വന്നിട്ട് ഡിപ്രഷൻസ് ക്രിയേറ്റ് ആവും. ഇതിന് ഡിഫ്ലേഷൻ ഹോളോസ് എന്നാണ് പറയാറ്. ഇപ്പോൾ അബ്രേഷൻ പറയുന്നതും ഒരു പ്രോസസ്സാണ്. ഇതിനകത്ത് വിൻഡ് വന്നിട്ട് സാൻഡ് പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്തിട്ട് അതിനടുത്തുള്ള റോക്ക് സർഫസിൽ കൊണ്ടുപോയിട്ട് ഹിറ്റ് ചെയ്യുകയാണ്. അതുമൂലം ഈ റോക്ക് സർഫസ് വന്നിട്ട് പൊടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നശിച്ചു പോവുകയോ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഡിഫ്ലേഷൻ ആൻഡ് അബ്രേഷൻസ് ആർ ടു ടൈപ്സ് ഓഫ് വിൻഡ് ഇറോഷൻ ദാറ്റ് ഷേപ്പ് ഡെസേർട്ട് ലാൻഡ്സ്കേപ്സ്. Deflation is the process where the wind lifts and blows away loose particles like sand. This can create depressions in the ground called deflation hollows. Abrasion is the process where wind-blown sand particles grind against and wear down rock surfaces like sandpaper. Question: what are Rohi and Tali in the context of the Rajasthan Bagar? Rajasthan Bagarന്റെ കോണ്ടെക്സ്റ്റിൽ രോഹിയും താലിയും പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ രോഹി താലി എന്ന് പറയുന്നത് രാജസ്ഥാൻ ബാഗർ റീജിയനിൽ കാണപ്പെടുന്ന സ്പെസിഫിക് ഏരിയാസിൻ്റെ ലോക്കൽ ടേംസ് ആണ്. ഇപ്പോൾ രോഹി എന്ന് പറയുന്നത് ആരവല്ലീസിൽ നിന്നും ഫ്ലോ ചെയ്യുന്ന സീസണൽ റിവേഴ്സിൻ്റെ അടുക്കൽ കാണപ്പെടുന്ന ഫെർട്ടൈൽ പാച്ചസ് ഓഫ് ലാൻഡ് ആണ്. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചർ പോസിബിൾ ആണ്. അതേസമയം താലി എന്ന് പറയുന്നത് ലൂനാർ റിവറിൻ്റെ നോർത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്ന സാൻഡി പ്ലെയിൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Rohi and Tali are local terms for specific areas within the Rajasthan Bagar region. Rohi refers to the fertile patches of land found along the seasonal rivers that flow from Aravallis. Agriculture is possible in these Rohi tracts. Tali refers to the sandy plain located to the north of the Luni river. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വൈ ഈസ് ദ ലൂണി റിവർ കോൾഡ് ദ സോൾട്ട് റിവർ? എന്തുകൊണ്ടാണ് ലൂണി റിവറിനെ സോൾട്ട് റിവർ എന്ന് അറിയപ്പെടുന്നത്? ഇപ്പം ലൂണി റിവർ വന്നിട്ട് ആരവല്ലി റേഞ്ചിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് അരിഡ് റീജിയനിലൂടെയാണ് ഫ്ലോ ചെയ്ത് വരുന്നത്. അവിടെ നിന്നാണ് ഈ വാട്ടറിന് സലൈനിറ്റി കിട്ടുന്നത്. അതായത് ഹൈ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ മൂലം സോയിലുള്ള സോൾട്ട് കണ്ടന്റും കൂടെ ഈ ഒരു വെള്ളത്തിലൂടെ ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ശരിക്കും ലൂനി റിവറിന്റെ പേര് വന്നിട്ട് ഒരു സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് ഉണ്ടായത്. അതായത് ലവനവാരി എന്നായിരുന്നു. അതിന്റെ അർത്ഥം സോൾട്ട് റിവർ എന്നാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ലൂനി റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ദ ആരവല്ലി റേഞ്ച്. ആസ് ഇറ്റ് ഫ്ലോസ് ത്രൂ ദ arid region, the water becomes increasingly saline. This is due to the high rate of evaporation and the salt content in the soil it passes through. Its name comes from the Sanskrit word Lavanavari, which literally means salt river. Question: what are Daryan? Daryan പറഞ്ഞാൽ എന്താണ്? Daryan എന്ന് പറയുന്നത് താർ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഷിഫ്റ്റിംഗ് സാൻഡ് ഡ്യൂൺസിന് പറയുന്ന ലോക്കൽ നെയിമാണ്. അപ്പോൾ ഇത് വന്നിട്ട് മരുസ്ഥാലി റീജിയൻ്റെ വെസ്റ്റേൺ പാർട്ടിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഡ്യൂൺസ് വന്നിട്ട്
വിൻഡിന്റെ ആക്ഷൻ മൂലം അതിന്റെ ലൊക്കേഷനും ഷേപ്പും ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ഡ്രിയാൻ വന്നിട്ട് റോഡ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ സെറ്റിൽമെന്റ്സിനൊക്കെ ഒരു മേജർ ചാലഞ്ച് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Drian is the local name given to the shifting sand dunes found in the Thar Desert. These are particularly common in the western part of the Marstali region. These dunes constantly change their shape and location due to the action of the wind. They pose a major challenge for building roads and settlements. Question: Describe the winter season in the Thar Desert. Thar Desertലുള്ള winter seasonനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ താർ ഡെസേർട്ടിൽ വിന്റർ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി ആണ്. ഈ ഒരു സമയത്ത് സ്കൈ ഒക്കെ ക്ലിയർ ആയിരിക്കും, അതുപോലെ ലോ ഹ്യൂമിഡിറ്റി ആണ് അനുഭവപ്പെടുക, അതുപോലെ ജെന്റിൽ വിൻഡ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഡേയ്സ് ഒക്കെ പ്ലസന്റ് ആയിരിക്കും, പക്ഷെ നൈറ്റ് വന്നിട്ട് എക്സ്ട്രീംലി കോൾഡ് ആയിരിക്കും. അതായത് ചുരു, ബിക്കാനർ പോലെയുള്ള സ്ഥലങ്ങളിൽ നൈറ്റിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റിനെക്കാളും ബിലോ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The winter season in the Thar Desert is from December to February. The weather is characterized by clear skies, low humidity, and gentle winds. The days are pleasant, but the nights can be extremely cold. In places like Churu and Bikaner, the night temperature often drops below freezing point, that is 0 degrees Celsius. Question: How are the plants and animals of the Thar Desert adapted to the climate? എങ്ങനെയാണ് താർ ഡെസേർട്ടിലുള്ള പ്ലാന്റ്സും അനിമൽസും അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ താർ ഡെസേർട്ടിലുള്ള ഫ്ലോറയ്ക്കും ഫോണയ്ക്കും അവിടുത്തെ ഹാർഷും ഡ്രൈ കണ്ടീഷനിൽ നിന്നും സർവൈവ് ചെയ്യാൻ സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് തന്നെയുണ്ട്. അതായത് കാക്ടസ് പോലെയുള്ള പ്ലാന്റ്സിന് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഫ്ലഷി സ്റ്റെംസ് ആണ് ഉള്ളത്. അതേസമയം ലീവ്സിന് പകരം തോൺസ് വന്നിട്ട് വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ അനിമൽസ് എടുക്കുകയാണെങ്കിൽ, അതായത് ക്യാമൽ പോലത്തെ അനിമൽസ് വന്നിട്ട് വെള്ളമില്ലാതെ ഒരു ലോങ് പീരീഡ് അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സാൻഡിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറേ ഫീച്ചേഴ്സും അവിടെയുള്ള അനിമൽസിന് ഉണ്ടാവും. പിന്നെ നൊക്ടേണൽ പോലെയുള്ള ചെറിയ ചെറിയ അനിമൽസ് എടുക്കുകയാണെങ്കിൽ അവർ നൈറ്റിലായിരിക്കും കൂടുതൽ ആക്റ്റീവ്. അതായത് ഡേ ടൈമിലുള്ള ഹീറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനാണ് അവർ നൈറ്റ് ടൈമിൽ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The flora and fauna have special adaptations to survive the harsh, dry conditions. Plants like cacti have fleshy stems to store water and thorns instead of leaves to reduce water loss. Animals like the camel can survive for long periods without water and have features to protect them from sand. Many smaller animals are nocturnal, meaning they are active at night to avoid the daytime heat. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What kind of handicraft is the Thar region known for? ഏതൊക്കെ കൈൻഡ് ഹാൻഡിക്രാഫ്റ്റ് കൊണ്ടാണ് താർ റീജിയൻ കൂടുതൽ അറിയപ്പെടുന്നത്? ഇപ്പൊ താർ റീജിയൻ വന്നിട്ട് ലെതർ പ്രൊഡക്ട്സ് കൊണ്ടുള്ള ഹാൻഡിക്രാഫ്റ്റിനാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ചില ആർട്ടിസൻസ് വന്നിട്ട് ക്യാമൽ ഹൈഡ് യൂസ് ചെയ്തിട്ട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ പെട്ടതാണ് ലാംപ് ഷെയ്ഡ്സ്, സാൻഡിൽസ്, പൗച്ചസ് ഒക്കെ. അത് മാത്രമല്ല ലെതറും കൊണ്ട് ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇവർ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Thar region is renowned for its exquisite handicraft, especially leather products. Artisans use camel hide to create a variety of items. These include lampshades, sandals, and pouches. They also make traditional musical instruments from leather. Question: What is Makrana marble and why is it famous? Makrana marble പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് അത് ഫേമസ്? രാജസ്ഥാനിലുള്ള മക്രാന ടൗണിൽ മൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഹൈ ക്വാളിറ്റി ഉള്ള വൈറ്റ് മാർബിൾ ടൈപ്പാണ് മക്രാന മാർബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്യുവർ വൈറ്റ് കളറും ഡ്യൂറബിലിറ്റിയും ആണ് അതിനെ വേൾഡ് ഫേമസ് ആക്കി മാറ്റിയത്. ലോകത്തിൽ തന്നെ പ്രശസ്തമായ ഒരു വണ്ടറാണ് താജ്മഹൽ. താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വൈറ്റ് മാർബിൾ യൂസ് ചെയ്തിട്ടാണ്. അതുമാത്രമല്ല മർക്കാന റീജിയനിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മാർബിളിന്റെ മൈനിങ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Makrana marble is a type of high quality white marble mined in the town of Makrana in Rajasthan. It is world famous for its pure white color and durability. Its most famous use is in the construction of the Taj Mahal, one of the wonders of the world.
Mining this marble is a significant economic activity in the region. Question: what are the two main ways renewable energy is produced in the Thar Desert? താർ ഡെസേർട്ടിൽ റിന്യൂവബിൾ എനർജി വന്നിട്ട് ഏതൊക്കെ രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ താർ ഡെസേർട്ടിൽ വന്നിട്ട് റിന്യൂവബിൾ എനർജി വന്നിട്ട് രണ്ട് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വിൻഡ് എനർജിയിലൂടെയും പിന്നെ ഒന്ന് സോളാർ എനർജിയിലൂടെയാണ്. ഇപ്പോൾ വിൻഡ് എനർജിയിൽ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു റീജിയൻ താർ ഡെസേർട്ടിൽ വന്നിട്ട് സ്ട്രോങ്ങും അതുപോലെ കൺസിസ്റ്റൻസ് ആയിട്ടുള്ള വിൻഡ് ലഭിക്കുന്നത് കൊണ്ട് വിൻഡ് പാർക്സിനകത്ത് ലാർജ് വിൻഡ് ടർബൈൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് സോളാർ എനർജി വഴിയാണ്. അതായത് ഈ ഡെസേർട്ടിൽ വന്നിട്ട് അബണ്ടന്റും അതുപോലെ ഇന്റൻസ് ആയിട്ടുള്ള സൺലൈറ്റ് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടുന്നത് കൊണ്ട് സോളാർ പാനൽസ് യൂസ് ചെയ്തിട്ടാണ് സോളാർ എനർജി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഞാൻ എഴുതാൻ നോക്കാം. The first way is through wind energy. The region has strong and consistent winds, making it ideal for installing large wind turbines in wind parks. The second way is through solar energy. The desert receives abundant and intense sunlight throughout the year, which is harnessed using solar panels. Question: what is a rain shadow region? Rain shadow region പറഞ്ഞാൽ എന്താണ്? റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത് മൗണ്ടൻ റേഞ്ചിന്റെ ഒരു സൈഡിൽ കാണപ്പെടുന്ന ഡ്രൈ ഏരിയ ആണ്. ഈ ഒരു സൈഡിനെ ലീവാർഡ് സൈഡ് എന്ന് പറയാം. കാരണം ഇവിടെ വന്നിട്ട് വിൻഡിന്റെ ഡയറക്ഷനിൽ നിന്നും ഈ ഒരു സൈഡ് ദൂരെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള മൗണ്ടെയിൻസ് വന്നിട്ട് റെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെതർ സിസ്റ്റത്തിന്റെ പാസേജ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം വിൻഡിന്റെ മോയ്സ്ചർ വന്നിട്ട് ആ സൈഡിൽ എത്തുമ്പോഴത്തേനും അത് ലോസ് ആവുകയും അവിടെ റെയിന് എത്താതെ ഡ്രൈ ഏരിയ ആയി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A rain shadow region is a dry area on one side of a mountain range. It is on the side that is away from the direction of the wind, the leeward side. The mountains block the passage of rain-producing weather systems. This causes the wind to lose most of its moisture on the other side, leaving the rain shadow area dry. Subscribe to this channel for more videos like this. Question: why is the population in the Thar Desert considered sparse? എന്തുകൊണ്ടാണ് താർ ഡെസേർട്ടിൽ പോപ്പുലേഷൻ കുറവാണെന്ന് പറയാൻ കാരണം? ഇപ്പോൾ സ്പാർസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ലാർജർ ഏരിയയിൽ കുറച്ച് ജനങ്ങൾ മാത്രം ജീവിക്കുന്നതിനെയാണ്. അപ്പോൾ താർ ഡെസേർട്ടിൽ വന്നിട്ട് സ്പൈസ്ലി പോപ്പുലേറ്റഡ് ആണ്. കാരണം അവിടുത്തെ എക്സ്ട്രീംലി ഹാർഷ് ലിവിങ് കണ്ടീഷൻ മൂലമാണ്. അതായത് അവിടെ വെള്ളത്തിന്റെ കുറവുണ്ട്, എക്സ്ട്രീം ഹീറ്റ് ആണ്, അതുപോലെ തന്നെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. അതുകൊണ്ട് തന്നെ ലാർജ് പോപ്പുലേഷൻ അവിടെ വളരെയധികം ഡിഫിക്കൽട്ടാണ്. പിന്നെ പീപ്പിൾ വന്നിട്ട് കൂടുതൽ വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ആ ഡെസേർട്ട് ഏരിയയിലുള്ള ഒയാസസ് പോലത്തെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കനാലിന്റെ തീരത്തോടെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. എ സ്പാർസ് പോപ്പുലേഷൻ മീൻസ് ദാറ്റ് വെരി ഫ്യൂ പീപ്പിൾ ലീവ് ഇൻ എ ലാർജ് ഏരിയ. The Thar Desert is sparsely populated because the living conditions are extremely harsh. The lack of water, extreme heat, and infertile soil make it difficult to support a large population. People tend to live only in areas where water is available, like in oases or along the canal. Question: name two famous tourist attractions that are located in Thar Desert region. താർ ഡെസേർട്ട് റീജിയനിൽ ലൊക്കേറ്റ് ചെയ്യുന്ന രണ്ട് ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷന് നെയിം ചെയ്യുക. ഇപ്പോൾ താർ ഡെസേർട്ട് റീജിയനകത്ത് ഫേമസ് ആയിട്ടുള്ള കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ജയ്പൂരിലുള്ള ഹവാ മഹൽ. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് രണക്പൂർ ജെയിൻ ടെമ്പിൾ ആണ്. അതിൻ്റെ ആർക്കിടെക്ചറിലാണ് അത് കൂടുതൽ ഫേമസ്. പിന്നെ ഫോർട്ട്സ് പറയുകയാണെങ്കിൽ അജ്മീർ ഫോർട്ടാണ് ഈ ഒരു ഏരിയയിൽ കൂടുതൽ ഫേമസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. There are several famous tourist attractions in and around the Thar Desert region. One famous place is the Hawa Mahal in Jaipur. Another attraction is the Ranakpur Jain Temple, known for its intricate architecture. Forts like the Ajmer Fort are also major tourist draws. Question: how does the formation of the Thar Desert show the importance of mountain ranges in influencing climate? എങ്ങനെയാണ് താർ ഡെസേർട്ടിന്റെ ഫോർമേഷന് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ മൗണ്ടൻ റേഞ്ചസിന്റെ ഇമ്പോർട്ടൻസ് ഷോ ചെയ്യുന്നത്? ഇപ്പോൾ താർ ഡെസേർട്ടിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്
മൗണ്ടെയിൻ എങ്ങനെ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ആരവല്ലി റേഞ്ച് വന്നിട്ട് നമ്മുടെ അറേബ്യൻ സീ മൺസൂൺ വിൻഡ്സിന് പാരലൽ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റെയിൻ ഉണ്ടാക്കാതെ തന്നെ ആ ഒരു വിൻഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അത് വന്ന് ബ്ലോക്ക് ആവുന്നത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനകത്താണ്. അതിൽ ബ്ലോക്ക് ആവുന്ന സമയത്ത് നമ്മുടെ താർ ഡെസേർട്ടിനെ ഡ്രൈയും അതുപോലെ റെയിൻ ഷെയ്ഡോ ഏരിയ ഒക്കെയാണ് അവിടെ മാറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മൗണ്ടെയിൻ റേഞ്ചിന്റെ ഓറിയന്റേഷനും ലൊക്കേഷനും ഡെസേർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The formation of the Thar Desert is a perfect example of how mountains affect climate. The Aravalli Range runs parallel to the Arabian Sea monsoon winds, allowing them to pass without causing rain. If then blocks the Bay of Bengal branch, creating a dry rain shadow area. This shows that the orientation and location of a mountain range can create a desert. Question: What lesson does the life of people in the Thar Desert teach us? താർ ഡെസേർട്ടിലുള്ള ജനങ്ങളുടെ ജീവിതം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇപ്പോൾ താർ ഡെസേർട്ടിലുള്ള ജനങ്ങളുടെ ലൈഫ് വന്നിട്ട് നമുക്ക് റിസൈലൻസും അതുപോലെ തന്നെ അഡാപ്റ്റേഷനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് വാട്ടർ സ്കാർസിറ്റി, ഹീറ്റ് പോലെയുള്ള എക്സ്ട്രീം ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടും അവരവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ വന്നിട്ട് അവർ റിസോഴ്സസ് ഒക്കെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു സസ്റ്റൈനബിൾ ലൈഫാണ് നയിക്കുന്നത്. ഇപ്പം ഇത് വന്നിട്ട് റിസോഴ്സ് റിച്ച് ഏരിയാസ് ഉള്ള കേരള പോലത്തെ സ്ഥലത്തിലുള്ള ജനങ്ങൾക്ക് അവരുടെ എൻവിറോൺമെന്റിനെ കൺസർവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റിമൈൻഡർ ആണ് നൽകുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The life of people in the Thar teaches about resilience and adaptation. Despite facing extreme challenges like water scarcity and heat, they have found ways to survive. They live a sustainable life in harmony with nature, using resources carefully. This serves as a reminder for people in resource-rich areas like Kerala to conserve and protect their environment. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.